പുരോഹിത കൂട്ടത്തെയാണ്. ആ കാലത്ത് അവൻ ഒരു പുരോഹിതന്മാരുണ്ടാവേണ്ട സ്ഥലത്ത് 2 പുരോഹിതന്മാരുണ്ടായിരുന്നപ്പോൾ ആരൊക്കെയാണുള്ളത്? ഹന്നാവും കയ്യഫാവും 2 പേര് അവിടെ ഉണ്ട്. ഒരു പുരോഹിത വർഗം അവിടെ ഉണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ആരാണ് നിൽക്കുന്നത്? ദരിദ്രനായ മനുഷ്യൻ. ഹല്ലേലൂയ. ആരാണ്? ദരിദ്രനായ മനുഷ്യൻ. ആ ദരിദ്രനെ കുറിച്ച് പറയുമ്പോൾ ഈ ദരിദ്രന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അവൻ എന്തോന്നാണ് കഴിച്ചിരുന്നത്? ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം. ഹല്ലേലൂയ. ഈ ധനവാൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിക്കുക മാത്രമല്ല, അവൻ എന്താ അവിടെ ധൂമ്രവസ്ത്രം പട്ടത്തിൽ ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൻ പൗരോഹിത്യ വർഗത്തിന്റെ ഫുഡ് എന്ന് പറയുന്നത് അവരെന്തിനാ കഴിക്കേണ്ടത്? ഡെയിലി കൊണ്ടുവന്ന് ന്യായം കഴിക്കുന്ന മട്ടൻ എന്നാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഡെയിലി മട്ടൻ. എന്തൊരു സുഖിക്കുക. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ ജീവിക്കുന്ന ധനവാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ലാസർ കഴിക്കുന്ന എന്തോന്നാ? അവന്റെ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരിക്കലും ഒരു സ്ത്രീ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ സന്തതിക്ക് ദീനമായി കിടക്കുകയാണ്, നീ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ മറുപടി ഇപ്രകാരം യേശു വന്നത്, മക്കളുടെ അപ്പക്കഷണം നായ്ക്കുട്ടികൾക്ക് എന്ത് ചെയ്യത്തില്ല? ഇട്ടുകൊടുക്കത്തില്ല. സ്ത്രീയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണം കൊണ്ട് ജീവിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അവൻ ഒരിടത്ത് പൗരോഹിത്യവർഗം നിൽക്കുന്നു, മറ്റൊരിടത്ത് മേശയിൽ നിന്ന് വീണ് കഴിക്കുന്ന ലാസർ ജീവിക്കുന്നു. ആരായി ലാസർ? അവൻ ജാതിയെ പ്രതിനിധീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആരാ മേശയിൽ നിന്ന് വീഴുന്ന അപകടം കൊണ്ട് ജീവിക്കുന്നത്? പുറംജാതിക്കാര്. അപ്പോൾ അവൻ ലാസർ പ്രതിനിധീകരിക്കുന്ന ആരെയാണ്? പുറംജാതിക്കാര്. കാരണം പുറംജാതിക്കാര് കഴിക്കുന്നത് എപ്പോഴും എന്താ? മുഗൾ ജാതിക്കാരുടെ മേശയിൽ നിന്ന, യഹൂദന്റെ മേശയിൽ നിന്ന, പൗരോഹിത്യ വർഗത്തിന്റെ മേശയിൽ നിന്ന് വീഴുന്നതിനെ കഴിച്ചുകൊണ്ടാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. ഹല്ലേലൂയ. നായ്ക്കൾ എന്ത് ചെയ്യുന്നു? ഈ വ്രണം, ലാസറിന്റെ വ്രണമാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ലാസറിനൊരു ആശ്വാസമാവുന്നുണ്ട്. അവൻ ഇതെല്ലാം കഴിച്ചിട്ട് ഇവരുടെ ഇടയിൽ എന്തുണ്ടായി? ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഹല്ലേലൂയ. ഉണ്ടായപ്പോൾ ഈ ലാസർ എങ്ങോട്ട് പോയി? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ധനവാൻ എങ്ങോട്ട് പോയി? യാതനാ സ്ഥലത്തേക്ക് പോയി. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, അവൻ ഈ അബ്രഹാമിന്റെ മടിയിലേക്ക് ലാസർ പോകുന്നെന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മടി പർദീസയാണെന്ന് വേറൊരിടത്തും പറയുന്നില്ല, പുറത്തുപോയിട്ട് പറയുന്നതല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ അബ്രഹാമിന്റെ മടി എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവൻ നിങ്ങൾക്ക് തന്നെ ഒരിക്കലും സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരീക്ഷണാർത്ഥം, ന്യായശാസ്ത്രമാർത്ഥം, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണോ എന്ന അഹങ്കാരം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ അവൻ ദൈവത്തിന്റെ ഈ കല്ലിൽ നിന്ന് വരെ അബ്രഹാമിന്റെ സന്തതി ഉണ്ടാക്കാൻ കഴിയും. അല്ലെ യേശു പറഞ്ഞല്ലേ? അപ്പൊ അവൻ ദൈവത്തിന്റെ കല്ലിൽ നിന്ന് വരെ അബ്രഹാമിന്റെ സന്തതികളെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, അവൻ ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ താഴെ ഇരുന്നവൻ മടിത്തട്ടിലേക്ക് പോയി. ദരിദ്രനായിരുന്നവൻ അബ്രഹാമിന്റെ പുത്രത്വത്തിലേക്ക് കയറി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവർ ഇസ്രായേലിയർ പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്, പിതാക്കന്മാർ അവർക്കുള്ളത്, ജഡപ്രകാരം ക്രിസ്തു പോലും അവർക്കുള്ളത്. യേശു ക്രിസ്തു തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ ഞാൻ വേറെ ആരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നില്ല? അയക്കുന്നില്ല. ഇസ്രായേൽ കാണാൻ, എന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇസ്രായേൽ കാണാതെ പോയവരുടെ അടുത്തേക്കാണ്. യേശുവിന്റെ പർപ്പസ് കൂടെ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. അത് ഇവന്മാരെ മുഴുവൻ കൂട്ടി വരുത്തണം. ഹല്ലേലൂയ. എന്നിട്ടാണ് അവൻ സ്തോത്രം ഇവിടെ മറ്റുള്ളവർക്ക് പറയുന്നത്, ശിഷ്യന്മാർക്ക് പറയുന്നത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അവസാനം പറഞ്ഞത്, ആകാശത്തിന്റെ കീഴിൽ മുഴുവൻ സൃഷ്ടികളോട് ഞാൻ പ്രസംഗിച്ച സുവിശേഷം. ഹല്ലേലൂയ. അവർക്ക് കൊടുത്ത പർപ്പസ് അവർ ആ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്തു. അതിലേക്ക് പറയുന്നില്ല. ഇവിടെ പറയുന്നത്
ഇവിടെ പുത്രത്വം അവർക്കുള്ളതോ, പ്രമാണം അവർക്കുള്ളതോ, തേജസ് അവർക്കുള്ളതോ, ജനപ്രകാരം ക്രിസ്തു അവർക്കുള്ളതോ എന്ന് പറഞ്ഞാൽ ഇവര് ധനികരാണ്, എല്ലാം കൊണ്ട് തികഞ്ഞവരാണ്. പക്ഷേ ഒരു സെപ്പറേഷൻ അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം മാറി. ഇതെല്ലാം മാറി. ഹല്ലേലൂയ. അവൻ എന്ന് പറഞ്ഞാൽ അവൻ അന്ന് അവൻ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഇബ്രാഹിം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ നിന്ന് കാണാനായി കഴിയുന്നുണ്ട്. അവൻ സീനായി പർവ്വതത്തിന്റെ അടുത്തേക്ക് പോകുന്നു, ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങുന്നു. അവൻ അതിനെ നോക്കി അതായിരുന്നു അവരുടെ സ്വർഗം. ഹല്ലേലൂയ. അതായിരുന്നു അവർ ദൈവത്തെ കാണുന്ന സ്ഥലം, അതായിരുന്നു ദൈവ തേജസ്സിനെ അവർ ദർശിക്കുന്ന സ്ഥലം, അതായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടവർ ഭയപ്പെടുന്ന സ്ഥലം. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം മാറി. അങ്ങനെ ആ മാറിയിട്ട് പ്രകാരമുള്ള പറഞ്ഞു, പിന്നെയോ നിങ്ങൾ വന്നിരിക്കുന്നത് സീയോൻ പർവ്വതത്തിനും ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകം ദൂതന്മാരുടെ സർവ്വസ്നേഹത്തിനും ആദ്യജാതന്മാരുടെ സഭയ്ക്കും ന്യായാധിപതിയായ ദൈവത്തിനും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും അടുക്കളത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു സിസ്റ്റം മുഴുവൻ മാറി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ സിസ്റ്റം മുഴുവൻ മാറ്റിയിട്ട് ദൈവം ചെയ്തെന്ന് അറിയോ? ഇവരാരെ കുറ്റം പറഞ്ഞോ അവരെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റി. ഇവർ ആരെ തള്ളി പറഞ്ഞോ അവരെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റി. ഇവർ ആരെയാണോ അവൻ ദുഷിച്ചുകൊണ്ടിരുന്നതോ അവരെ ദൈവത്തിന്റെ സങ്കേതമാക്കി മാറ്റി. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞില്ല. ഒരിക്കൽ പത്രോസ് പ്രസംഗമെല്ലാം കഴിഞ്ഞ ഒരു മയക്കം, ഒരു ഉച്ചമയക്കം, ഒരു സ്വപ്നം കണ്ടു. ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്നു. അമ്പോ വെറുതാര തേള, പല്ലി പാറ്റ, എല്ലാം അടയ്ക്കപ്പെട്ട സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 1-ാം പ്രാവശ്യം ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു പത്രോസിനെ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് ആർത്ത് തിന്നാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു അശുദ്ധമായത് മലിനമായത് ഞാൻ കൊടുക്കില്ല. 2-ാം പ്രാവശ്യം ഇറങ്ങിയിരുന്നു. അവൻ സ്തോത്രം പത്രോസ് പറഞ്ഞു ഞാൻ വിശുദ്ധീകരിച്ച എന്ത് ചെയ്യണം? തിന്നണം. ഉടനെ പത്രോസ് പറഞ്ഞു ഇരിക്കട്ടെ ഞാൻ തിന്നില്ല. 3-ാം പ്രാവശ്യം വന്നു. 3-ാം പ്രാവശ്യം കഴിച്ചില്ല, തുപ്പട്ടി കയറിപ്പോയി. ഇതിന്റെ ആ ദർശനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് കർത്താവിന് ഇവൻ എങ്ങനെയെങ്കിലും അന്യജാതിക്കാരുടെ ഇടയിലേക്ക്. പക്ഷെ ഇവൻ അത് ആരായിരുന്നു? അശുദ്ധമായത്, മലിനമായത്, അറയ്ക്കപ്പെടുന്നത്. ആ മൈൻഡ് ഒന്ന് ചിന്തിച്ചെടുക്കുക. ആ ചിന്താഗതി. യേശുക്രിസ്തു ഒരിക്കൽ ശമരിയ സ്ത്രീയുടെ അടുത്ത് നിന്ന് വെള്ളം ചോദിച്ചപ്പോൾ കർത്താവ് നിനക്ക് എന്നോട് ചോദിക്കാം എല്ലാ കാര്യം ആവശ്യം പറ്റിയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അന്നുള്ള ജാതി വ്യവസ്ഥകളൊക്കെ കാണാൻ കേവലപ്പെട്ടതായി. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നിൽക്കവെയാണ് അന്ന് കർത്താവ് എന്ത് ചെയ്തത്? ആ മറ്റേ സിസ്റ്റത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഈ സിസ്റ്റത്തിലുള്ള ആൾക്കാരുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. മറ്റേ സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്തിട്ട് ഇവർക്ക് കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ.
Praise God. നമുക്കെതിരെ വരുന്ന വാക്കുകളെ നമ്മൾ ഒപ്പോസ് ചെയ്യാനുള്ളതാ, അതിനെ തടുക്കുവാനുള്ളതാ, തിരിച്ച് ഇങ്ങനെ തിന്നപോലെ ഉണ്ടല്ലോ, അങ്ങനെയല്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടാണ്, അവരുടെ ജീവിതത്തിൽ മിറക്കിൾസിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്, അവരുടെ കണ്ണുകളെ തുറന്നുകൊണ്ടാണ്, അവരുടെ വീട്ടിൽ നിന്ന് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ടാണ്, അവരുടെ വീട്ടിൽ നിന്ന് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചത്, ദൈവത്തിന് ഇന്ന കാര്യം ചെയ്യണമെന്ന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ഉണർവ് കൊണ്ടുവരണം, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. അല്ലാതെ ഇന്ന കാലമാണ് ചിലരൊക്കെ പറയും പോലെ തീരാറായി കൂടിയത്. നോ, ദൈവത്തിന്റെ രാജ്യത്തിന് അവസാനമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു സുഹൃത്തായ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചൊരു കാര്യമാണ്, അങ്ങനെ ദൈവത്തിന്റെ രാജ്യം ക്രിസ്തു സ്റ്റാർട്ട് ചെയ്യും. യേശു പറഞ്ഞത് ദൈവത്തിന്റെ രാജ്യത്തിന് അവസാനമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു സ്റ്റോപ്പ് കൊണ്ടിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന പണി ഇതിനകത്തില്ല. ഇത് തുടങ്ങിയെങ്കിൽ പിന്നെ അതിന് അവസാനമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹേ, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമത്രേ. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിനാണ് എത്ര വിശ്വസിക്കുന്നു? I am in the kingdom of God. I am in the kingdom of God. Jesus is my king and he is in me. I know this is not going to finish. Hallelujah. അവൻ ഇതിന് അവസാനമില്ല. ഒന്നിനും ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. എല്ലാവരും വിചാരിക്കുമ്പോൾ ഇത് ഒടുങ്ങാൻ പോകുന്നില്ല, ഇത് വളരാൻ പോവുകയാണ്. ഇതിനെ അടിത്തറയെന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുവാൻ. നമ്മുടെ കണ്ണുകളെ അറിയിക്കാം. നമ്മൾ പരസ്പരം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുക. Oh my God. Hallelujah. Praise God. ഇത് പലകാലം എത്ര വിശ്വസിക്കുന്നുണ്ട്. കർത്താവേ, ഹല്ലേലൂയ.